70 വർഷം കൊണ്ട് ആരാണ് കേരളം ഭരിക്കുന്നത്? ഏത് പാർട്ടിക്കാരാണ് കേരളം ഭരിക്കുന്നത്? വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ് വേടൻ പറയുന്നത്. വേടൻ എഴുതിയേക്കുന്ന വായിച്ച് നോക്ക്. ഇത്രയും വർഷം കേരളം ഭരിച്ചിട്ടും എന്ത് പുരോഗതിയാണ് വേടൻ പറയുന്ന ഈ വിഭാഗത്തിനുണ്ടായത്? അന്നത്തെ അതേ വീടുകൾ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും വേടൻ വിമർശിക്കുന്നത് വേറൊരു വിഭാഗത്തെയാണ് എന്നാണ് പറയുന്നത്. ശരിക്കും വേടൻ്റെ ലക്ഷ്യം എന്താണ്? വേടൻ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത്? ഏത് രാഷ്ട്രീയമാണ് വേടൻ പറയുന്നത്? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ പഴയകാല ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും അടിമത്തം, അതെവിടെ യൂറോപ്പിലും ഉണ്ട്, സൗദിയിലൊക്കെ ഈ അടുത്ത കാലത്ത് ഒക്കെയാണ് അടിമത്തമൊക്കെ ഇല്ലാതായത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഈ കാലഘട്ടമല്ലേ നോക്കേണ്ടത്. അപ്പം ശരിക്കും വേടൻ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? വേടൻ ആർക്കെതിരെയാണ് ശബ്ദിക്കുന്നത്? ശരിക്കും വേടൻ ശബ്ദിക്കുന്നത് ഇവിടെ ഭരിക്കുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഒരു വിഭാഗത്തിനെതിരെയാണ്. ആ വിഭാഗത്തിന് ഇത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ മറ്റൊരു വിഭാഗം, അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ആ വിഭാഗം ഈ വേടനെതിരെ ശക്തമായി രംഗത്ത് വരാൻ തുടങ്ങിയപ്പോൾ ഇവർ നൈസായിട്ട് നിന്ന് ആരും അറിയാത്ത രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വേടൻ പറഞ്ഞ അവർക്കെതിരെ ആരാണ്? തമ്പുരാക്കന്മാർക്കെതിരെ. ഇവിടെ തമ്പുരാൻ ആരാണ്? ബ്രാഹ്മണരോ? അവരെത്ര ശതമാനമുണ്ട്? പിന്നെ നായന്മാർ അവർണരാണ്, അവർ ശൂദ്രരാണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിൽ ശൂദ്രരായിട്ടുള്ളവരാണ് നായന്മാർ തൊട്ട് താഴോട്ടുള്ളവരാണെന്ന് പറഞ്ഞത്. ഈ 1% 2% പാവപ്പെട്ട ബ്രാഹ്മണർ അവരെവിടാണെന്ന് പോലും പറഞ്ഞുകൂടാ. അവർ ചിലവരൊക്കെ ഒരു ഭാഗം ആൾക്കാർ നല്ല ബിസിനസ്സിൽ ഉയർന്ന ജോലിയിലും വിദേശത്തൊക്കെ ആയിട്ട് പോകുന്നു. കുറച്ച് ആൾക്കാർ അമ്പലമായിട്ട് ഒതുങ്ങി കഴിയുന്നു. അവർക്കെതിരെയാണോ ഈ വേടൻ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവർ ആരാണ് ഈ അവരെന്ന് പറയുന്നത് ബ്രാഹ്മണരല്ലേ? തമ്പുരാക്കന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണരല്ലേ? അല്ല നായന്മാരോ മറ്റു വിഭാഗക്കാരോ അല്ലല്ലോ. അവർ അവർണരാണല്ലോ, അവർ ശൂദ്രാണെന്നാണല്ലോ പറയുന്നത്. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്.